മോദി സർക്കാർ വീണ്ടും വീണ്ടും അധികാരത്തിൽ എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ ഗുണം കിട്ടുന്നത് ആർക്കാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കൈ നനയാതെ മീൻ പിടിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതായത് ഒരു പണിയും എടുക്കാതെ വേറൊരാൾ ചെയ്തതിന്റെ ക്രെഡിറ്റ് അങ്ങ് എടുക്കുക. അത് തന്നെയാണ് ഒന്നാം പിണറായി സർക്കാർ അക്ഷരാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിണറായി 3.0 ലോഡിംഗ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ജനങ്ങൾ ആ സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. പിണറായി വിജയൻ തന്നെ CPM-ന്റെ അവസാന മുഖ്യമന്ത്രിയായി മാറുന്നത്. രണ്ടാം പിണറായി സർക്കാരിനെ ഭരണത്തിൽ എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് മോദി സർക്കാരിന് ഉണ്ട് എന്നത് തന്നെയാണ് വാസ്തവം. അത് ആരെക്കാളും നന്നായി പിണറായിക്ക് നന്നായി അറിയാം. കോൺഗ്രസ് കേരളത്തിൽ എപ്പോഴും ഭരണത്തിൽ വരുന്നത് CPM-ന് എതിരെ ലഭിക്കുന്ന നിഷ്പക്ഷ വോട്ടുകൾ കൊണ്ട് മാത്രമാണ്. അതിന് പ്രധാന കാരണം CPM അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അക്രമ രാഷ്ട്രീയവുമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് മധ്യവർഗ വിഭാഗത്തിൽ നിന്ന് വലിയ രീതിയിൽ വോട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ നിന്നും മലബാറിൽ നിന്നും. കേരളത്തിൽ വലിയ രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ആരംഭിച്ചു എന്നതുമാണ് അതിന് പ്രധാന കാരണം. മുടങ്ങിക്കിടന്ന പല പദ്ധതികളും നടപ്പായി. ഉദാഹരണമായി 40 കൊല്ലമായി പണിതീരാതെ കിടന്ന കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകളുടെ പണി പൂർത്തിയായത്, ദേശീയപാത വികസനത്തിന് വേണ്ട സ്ഥലമേറ്റെടുപ്പ്, കൊച്ചി തുറമുഖ വികസനം, കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങളുടെ വളർച്ച, ഗ്യാസ് പൈപ്പ് ലൈൻ, കൊച്ചി മെട്രോ, അങ്ങനെ പോകുന്നു നീളനിര. പക്ഷെ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് 90% ക്രെഡിറ്റ് നരേന്ദ്രമോദി സർക്കാരിന് ഉള്ളത് തന്നെയാണ്. കേരളത്തിൽ നിന്ന് 6 കേന്ദ്രമന്ത്രിമാർ ഒരു സമയം ഉണ്ടായിട്ട് പോലും നടക്കാതിരുന്ന പദ്ധതികൾ എല്ലാം മോദി സർക്കാർ വന്നതോടെ കേരളത്തിൽ നടപ്പിലാകുകയായിരുന്നു. രാജ്യത്ത് മുഴുവൻ നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ നേട്ടം കേരളത്തിലും ലഭിച്ചു. രാഷ്ട്രീയമായി അതിന്റെ ഗുണം കിട്ടിയതാകട്ടെ പിണറായി സർക്കാരിനും. എല്ലാം പിണറായിയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഫ്ലെക്സ് അടിച്ചു വെച്ച് മാക്സിമം ജനങ്ങളിലേക്ക് അത് മാർക്കറ്റും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ കഴുതകളാക്കി. പല പദ്ധതികളും തുടങ്ങിയത് കോൺഗ്രസ് ഭരണത്തിലായിരുന്നു. എങ്കിലും അഴിമതിയും CPM-ന്റെ തന്നെ സമരങ്ങളും കാരണം പൂർത്തിയാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർ അത് ആഗ്രഹിച്ചതുമില്ല. സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശികയും കോളേജ് അധ്യാപകരുടെ ശമ്പള കുടിശ്ശികയും ഒക്കെ മുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയതുകൊണ്ട് തന്നെ ആർക്കും ഒരു പ്രതിഷേധവുമില്ല. ഇനി ശമ്പളം കൊടുത്തില്ലെങ്കിലും ജോലി ചെയ്തുകൊള്ളും. അതേസമയം ഭരണം മാറിയാലോ അപ്പോൾ ഇവർ കലാപവുമായി തെരുവിലേക്ക് ഇറങ്ങും. അത് നേരിടാനുള്ള കെൽപ്പൊന്നും കോൺഗ്രസിന് ഇല്ലതാനും. കൊച്ചിയെ വൻ നഗരമാക്കി മാറ്റുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതും നമ്മുടെ പിണറായി തന്നെ അതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോകാൻ ഇരിക്കുകയാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും വികസന പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിലേക്ക് തന്നെ ആണല്ലോ. അതിന്റെ എല്ലാം ക്രെഡിറ്റ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും കേരള സർക്കാരാണ്. കൂട്ടുനിൽക്കാൻ ദേശാഭിമാനിയും കൈരളിയും ഉള്ളപ്പോൾ അത് പേടിക്കേണ്ട കാര്യവുമില്ല. ഇതിന്റെ എല്ലാം രാഷ്ട്രീയ നേട്ടം ലഭിക്കുന്നത് പിണറായി സർക്കാരിന് തന്നെയാണ്. കൈനനയാതെ മീൻ പിടിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ പിണറായി. കേന്ദ്രത്തിൽ ഇനിയും BJP സർക്കാർ തന്നെയാണ് ഒരുപാട് നാളത്തേക്ക് അധികാരത്തിലുള്ളത്. BJP സർക്കാരിന്റെ വികസന പദ്ധതികളുടെ നേട്ടങ്ങൾ കേരളത്തിൽ കൊയ്യുന്നത് CPM തന്നെയാണ്. കേരളത്തിൽ BJPക്ക് ആകട്ടെ കേന്ദ്ര പദ്ധതികളെ കുറിച്ചും അത് കേരളത്തിൽ നടപ്പാക്കുന്നതിനെ കുറിച്ചും വ്യക്തമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് ബദലായി ഉയർന്നു വരാൻ ഇവിടെ കഴിയും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ ഐശ്വര്യം എന്നത് നരേന്ദ്രമോദി സർക്കാർ എന്നത് തന്നെയാണ്. അത് ആരെക്കാളും നന്നായി പിണറായിക്കാണ് അറിയാവുന്നത്. കമ്മികളെ സുഖിപ്പിക്കാൻ മോദിയെ തെറിവിളിക്കുമെങ്കിലും പിണറായിയും ഒരു മോദി ഭക്തൻ ആണെന്നത് തീർച്ചയാണ്.